സോ ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് കിക്കറിൻ്റെ L7S12 എന്ന് പറയുന്ന വളരെ പവർഫുള്ളും വളരെ ഫേമസ് ആയിട്ടുള്ള സബ് വൂഫറാണ്. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം, ലെറ്റ്സ് ബിഗിൻ. സോ ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തൊരു ബെല്ലൈക്കനുണ്ട്, ആ മണി നൈസ് അടിച്ചേക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൺ ടൈം കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഹാപ്പി ന്യൂ ഇയർ. ഓഡിയോ സിസ്റ്റത്തെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും സുപരിചിതമായൊരു ബ്രാൻഡാണ് കിക്കർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അവർ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിരിക്കുന്നത് അവരുടെ ആ ഒരു ചതുരാകൃതിയിലുള്ള സബ് വൂഫേഴ്സിൻ്റെ കാര്യത്തിലാണ്. കാര്യം ഒരു വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻ കൊണ്ടുവന്നു, വളരെ സക്സസ്ഫുള്ളായിട്ട് അവരത് ഇംപ്ലിമെൻറ്റ് ചെയ്തു. വളരെ ഫേമസ് ആവാൻ അവർക്ക് ഈ ഒരു പ്രോഡക്റ്റുകൾ സാധിച്ചു. ഓഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒരു ആഗ്രഹമായിരിക്കും ഇതുപോലൊരു സബ് സ്വന്തമാക്കണം എന്നുള്ളത്. സോ നമുക്കെന്തായാലും ഈ ഒരു കിക്കറിൻ്റെ L712 ഇത് 12 ഇഞ്ചാണ്. ഇതിൻ്റെ 15 ഇഞ്ച്, 8 ഇഞ്ച്, 10 ഇഞ്ച് ഇതെല്ലാം വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇരിക്കുന്നത് L7S12 സോളോ ബാറിക് സീരീസിൽ വരുന്ന L7S12 എന്ന് പറയുന്ന ഒരു മോഡലാണ് നമ്മുടെ ഇരിക്കുന്നത്. നമുക്കതിൽ ഇത് അൺബോക്സ് ചെയ്ത് മറ്റേ ഡീറ്റെയിൽസിലേക്ക് പോകാം. അതിന് നമ്മളിതിൻ്റെ ബോക്സിലേക്ക് നോക്കുകയാണെങ്കിൽ കുറച്ചധികം വേരിയൻ്റിൽ ഈ ഒരു മോഡൽ വരുന്നുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്ന ബ്ലൂ സ്റ്റിച്ചിങ്ങുള്ള ബ്ലൂ കളർ ആൻഡ് ബ്ലാക്ക് കളർ മിക്സ്ഡ് ആയിട്ടുള്ള പാക്കേജ് വരുന്ന ഒരു സബ്ബാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്, അങ്ങനെ ഒരു 3-4 ടൈപ്പ് ഉണ്ട്. ബട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് L7S12 ബ്ലൂ സ്റ്റിച്ച് വരുന്നതാണ്. DVC ആണ്, അതായത് ഡ്യുവൽ വോയിസ് കോയിൽ 2 ohms സബ് വൂഫറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു പാക്കേജിംഗ് ആണ് ഇതിന് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പം എന്താ പറയുന്നത്, ഓൾഡ്, അതായത് നേരത്തെ ഇരുന്ന സ്റ്റോക്കാണ് നമ്മൾ എടുത്തത്. അപ്പോഴെന്തായാലും ഇതിനകത്ത് അന്നത്തെ MRP വന്നിരിക്കുന്നത് തന്നെ 32,000 സംതിങ് രൂപ MRP ഉണ്ട്. ബാക്കി വൂഫറിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളെല്ലാം അവർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. RMS വാട്ട്സിലേക്ക് നോക്കുകയാണെങ്കിൽ 750 വാട്ട്സ് RMS ആണ് 2 കോയിലിനും കൂടെ നമുക്ക് കിട്ടുന്നത്. ഈ 2 കോയിലിനെയും കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പാരലൽ കണക്ഷൻ വഴി യൂസ് ചെയ്യാം. അപ്പോഴത്തേക്ക് നമുക്കൊരു 1 ohmsൽ 750 വാട്ട്സ് RMS നമുക്ക് നോമിനൽ RMS ആയിട്ട് കിട്ടും. അതല്ലെങ്കിൽ ഇതിനെ നമുക്ക് സീരീസ് കണക്ഷൻ വഴി 2 ohmസിൻ്റെയും കൂടെ സീരീസ് കണക്ഷൻ വഴി 4 ohms ആക്കി യൂസ് ചെയ്യാം. നമ്മൾ ഈ ഒരു സബ് അൺബോക്സ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ശ്രദ്ധയിൽ ആദ്യം പെടുന്നത് ഇതിൻ്റെ കാറ്റലോഗാണ്. കിക്കർ L7 എന്ന് പറയുന്ന സബ് വൂഫറിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും അടങ്ങിയ ഒരു കാറ്റലോഗാണ്. ഒരു ബുക്ക്ലെറ്റ് പോലെയാണ് തന്നിരിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ 3-4 ഭാഷയിൽ ഇത് കൊടുത്തിട്ടുണ്ട് ഡീറ്റെയിൽസ്. സോ നമ്മൾ തുറന്നു നോക്കുകയാണെങ്കിൽ സബ് വൂഫേഴ്സിൻ്റെ ടേസ്റ്റ് പാരാമീറ്റേഴ്സ്, അതുപോലെ തന്നെ ഇതിൻ്റെ ബോക്സിൻ്റെ അളവുകൾ, മറ്റ് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ സബ് വൂഫറിൻ്റെ മെഷർമെൻറ്റ്സ്, കണക്ഷൻ ഡീറ്റെയിൽസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാരലൽ കണക്ഷൻ, അതുപോലെ തന്നെ സീരീസ് കണക്ഷൻ പോലുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് കറക്റ്റ് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് ബോക്സ് ഡിസൈനിങ്, കണക്ഷൻസും നമ്മുടെ ആംപ്ലിഫയറിനെ മാച്ച് ആവുന്ന രീതിയിൽ ഇത് കൊടുക്കേണ്ട സകല ഡീറ്റെയിൽസും ഈ ഒരു ബുക്ക്ലെറ്റിൽ കൊടുത്തിട്ടുണ്ട്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണിത്. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നത് ഇച്ചിരി വാറണ്ടി കാർഡാണ്. നമ്മൾ മേടിച്ച ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും സീലും എല്ലാം അതിൽ ചെയ്ത് നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാവുന്നതാണ്. 1 year വാറണ്ടിയാണ് ഈ ഒരു സബിന് വരുന്നത്. സോ അതുകൂടെ മാറ്റി വെച്ചാൽ സോ ദ മോൺസ്റ്റർ ഈസ് ഹിയർ എന്ന് പറയുന്ന കണക്ക് തന്നെ ഒരു മോൺസ്റ്റർ സബ് തന്നെയാണത്. കാര്യം 750 വാട്ട്സ് RMS 12 ഇഞ്ച് സബിൽ. സോ മോൺസ്റ്റർ തന്നെയാണത്. കാര്യം ഇത് വളരെ ഫേമസ് ആയുള്ള കാര്യം, ഇവിടുത്തെ ടൂറിസ്റ്റ് ബസ്സുകളെല്ലാം ഈ ഒരു സംഗതി യൂസ് ചെയ്തത് വളരെ ഫേമസ് ആയിരുന്നു. മോണോബ്ലോക്ക്, ക്ലാസ് ഡി മോണോബ്ലോക്ക് ആമ്പുകളിൽ 1 ohmsൽ ഇത് സ്റ്റേബിളായിട്ട് റൺ ചെയ്യാൻ സാധിച്ചിരുന്നു. വളരെ പവർഫുള്ളായിട്ടുള്ളൊരു സബ് വൂഫർ, ഒരു പവർ, നമുക്ക് പഞ്ചിയറായിട്ടുള്ള പവർ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിച്ചിരുന്നു. സോ ഇവനെ ഫേമസ് ആക്കിയത് തന്നെ ഇവിടുത്തെ ബസ്സുകളാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ എല്ലാം ഇളക്കിയൊക്കെ ആയിട്ട് വന്നു. ദൗർഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി. സോ നമുക്കിത് അൺബോക്സ് ചെയ്യുമ്പോഴേക്കും നമുക്കിതിൻ്റെ പാക്കേജ് കാണാൻ പറ്റും. ഒരു തെർമോക്കോൾ പാക്കറ്റിലാണ് നമുക്കിത് വന്നത്. വളരെ നല്ലൊരു പാക്കേജാണ്. സോ പാക്കേജിങ്ങിൻ്റെ കേസിൽ നമുക്ക് ഇത് ഡാമേജ് ആവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. സോ ഇതാണ് നമ്മുടെ സബ് വൂഫർ എന്ന് പറയുന്നത്. ഒരു പ്ലാസ്റ്റിക് കവറിങ്ങിലാണ് വന്നിരിക്കുന്നത്. നമുക്കിത് ഇനിയിപ്പം പ്ലാസ്റ്റിക് കവറൊക്കെ മാറ്റി സബിനെ നമുക്ക് നേരിട്ടൊന്ന് കാണാം. സോ ഫ്രണ്ട്സ്, അപ്പം ഇതാണ് നമ്മുടെ സബ് വൂഫർ എന്ന് പറയുന്നത്. ഒരു വെറൈറ്റി ഡിസൈനാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഫിറ്റ് ആൻഡ് ഫിനിഷ് ആയാലും എന്താ പറയുന്നത്, വളരെ ഫിനിഷിംഗ് ആയിട്ടാണ് ഈ ഒരു സബ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല ലുക്കുണ്ട്. അത് മാത്രമല്ല പെർഫോമൻസിലേക്ക് പോവുകയാണെങ്കിൽ ഇത് വളരെ ഒരു മാരക പെർഫോമൻസ് ഉള്ളൊരു സബ് വൂഫറാണിത്. ഇതിൻ്റെ ഫസ്റ്റ് ലുക്കിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ എഡ്ജ് തന്നെ അവർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു എഡ്ജിലെ ബീഡിങ്സ്, അതുപോലെ തന്നെ നമ്മൾ ആ സ്ക്രൂ ചെയ്യുന്ന ഭാഗത്ത് ആ ഒരു പ്ലേറ്റും മറ്റു കാര്യം പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ബീഡിങ്സ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ ഫിറ്റ് ആൻഡ് ഫിനിഷിലാണ്.
എഡ്ജൊന്നും നമുക്ക് എന്താ പറയുക മറ്റേ ഫോം പോലുള്ള അല്ലെങ്കിൽ സ്പോഞ്ച് പോലുള്ള സാധനങ്ങളൊന്നും അല്ല ചെയ്തിരിക്കുന്നത്. കറക്റ്റ് പ്ലാസ്റ്റിക്കിനകത്ത്, നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക്കിനകത്ത് ചെയ്തെടുത്തിരിക്കുകയാണ് അതിൻ്റെ ഒരു എഡ്ജസ് എന്ന് പറയുന്നത്. ബാസ്ക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ടെക്സ്ചർ പെയിൻറ്റിലുള്ള വളരെ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ വെച്ചാണ് ഈ ഒരു ഇതിൻ്റെ ഒരു ബാസ്ക്കറ്റ്, സബിൻ്റെ ബാസ്ക്കറ്റ് അവർ ചെയ്തെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ആ കോയിലിൻ്റെ പ്ലേസ്മെൻറ്റ്, അതുപോലെ നമ്മുടെ ആ കണക്ഷൻ കൊടുക്കേണ്ട ആ ഒരു പോർട്ടിൻ്റെയൊക്കെ പ്ലേസ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് തന്നെ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് കോയിൽ 1, കോയിൽ 2 എന്നുള്ളത്. സോ ഈ സബിൻ്റെ ഒരു ടോട്ടൽ ഇതിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. സ്ക്വയർ സബ് വൂഫറാണ്, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. സോ എന്തായാലും കിക്കർ വലിയൊരു എമൗണ്ട് ഈ ഒരു സബ് വൂഫറിൻ്റെ ഡിസൈനിന് വേണ്ടി അവർ ചിലവാക്കിയിട്ടുണ്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സബ് വൂഫറിൻ്റെ പ്രൈസിങ് വളരെ അഗ്രസീവാണ്. സോ കുറച്ച് ഹ്യൂജ് പ്രൈസാണ്, പക്ഷേ എന്നാലും വലിയൊരു ബ്രാൻഡിൻ്റെ ഇതുപോലൊരു സാധനം നമുക്ക് കിട്ടുന്നു, ഇവിടെ നമുക്ക് റെഡിലി അവൈലബിൾ ആയിട്ട് കിട്ടുന്നു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. സോ സബിൻ്റെ ഓവർവ്യൂലോട്ട് പോകണമെങ്കിൽ ഇതാണ് ഈ സബ് വൂഫറിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്, ഒരു ലുക്ക്, ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷാണ്. ഇതിൻ്റെ ആ ഒരു എന്താ പറയുന്നത്, ഒരു സിംഗിൾ പേപ്പർ കോൺ അല്ല, ഇതൊരു 3-4 പീസാക്കിയാണ് അവർ വെച്ചേക്കുന്നത്. കാര്യം ഇത് ഡയറക്റ്റ് അതിൻ്റെ ഈ ഒരു മേളിലിരിക്കുന്ന കോൺ ഡയറക്റ്റ് ചെന്ന് ഇതിൻ്റെ സ്പൈഡറിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുകയല്ല, അതിന് മുന്നേ ഒരു കപ്പിളിങ് വഴി അറ്റാച്ച് ചെയ്തിട്ടാണ് ഇതിനെ മറ്റേ സ്പൈഡറിലേക്ക് കൊടുത്തിരിക്കുന്നത്. സോ ഇതൊരു വെറൈറ്റി രീതിയിലാണ് ഇവരിത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ സോളോ ബാരക്കിൻ്റെ ആ ഒരു സിമ്പിൾ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. അതിനകത്ത് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഒരു കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. 2 ohms DVC എന്ന് എഴുതിയിട്ടുണ്ട്. അത് മാത്രമല്ല ഇതിൻ്റെ പേറ്റൻറ്റ് ഉള്ളത് USA, അവരുടെ ഡയറക്റ്റ് കമ്പനിക്കാണ്. അവർ പേറ്റൻറ്റ് കൊടുത്തിട്ട് നമ്മൾ അതിനെ പ്രൊഡ്യൂസ് ചെയ്യണം, അതായത് ചൈനയിൽ പ്രൊഡക്ഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അറിയാം, മിക്കവാറും എല്ലാ സാധനങ്ങളും നമുക്ക് ചൈനയിലാണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. സോ ഇപ്പോൾ പൈനിയർ ആയാലും അവരുടെ എന്താ പറയുക ഇൻ്റർനാഷണൽ മോഡൽസ് എല്ലാം ചൈനയാണ് നമുക്കിവിടെ കിട്ടുന്നതും. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് പോകുന്ന സാധനങ്ങൾ മിഡിൽ ഈസ്റ്റ് കുറച്ച് ഭാഗങ്ങൾ, നോർത്ത് ഈസ്റ്റ് മിഡിൽ ഈസ്റ്റിലോട്ട് പോകുന്ന കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ വിയറ്റ്നാമിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ബാക്കിയെല്ലാം ചൈനയാണ്. സോ ഇതും അവർ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് ചൈനയിൽ തന്നെയാണ്. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ കോയിൽസ് എല്ലാം കറക്റ്റ്ലി അവർ നീറ്റ്ലി പാക്ക് ചെയ്ത് വെച്ചിട്ടാണിത് എല്ലാത്തിൻ്റെയും പോസിറ്റീവ് നെഗറ്റീവും കോയിൽ 1, കോയിൽ 2 എല്ലാം കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആ സബിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ സ്റ്റിച്ചിങ്ങിൻ്റെ ഒക്കെ ഒരു ക്വാളിറ്റിയാണ്, പക്ക സ്റ്റിച്ചിങ് ആണ്. നമുക്ക് എന്താ പറയുക, ഒരു ബ്രാൻഡിൻ്റെ ആ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ഇവിടെ അത് കറക്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. സോ അതിനകത്തൊരു ബാർകോഡ് അവരോട് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും ഇതൊരു ഹ്യൂമാങ്കസ് മോൺസ്റ്റർ സബ് വൂഫറാണ്. നമ്മളിതിൻ്റെ ഒരു വർക്കിംഗ് വീഡിയോ മറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഇടണമെന്നുണ്ട്, പക്ഷേ കറണ്ടിൽ എൻ്റെ കയ്യിൽ ഇത് വർക്ക് ചെയ്യിക്കാൻ പര്യാപ്തമായിട്ട് വാട്സ് തരുന്ന അല്ലെങ്കിൽ ഇതിന് പറ്റുന്നൊരു ആംപ്ലിഫയർ തൽക്കാലം നമ്മുടെ കയ്യിലില്ല. നമ്മളിത് ഒരു വീട്ടിലേക്ക് വേണ്ടി എടുത്തതാണ്. ഇതിനകത്ത് നമ്മൾ ഇനിയിപ്പം ആംപ്ലിഫയേഴ്സൊക്കെ അസംബിൾ ചെയ്തെടുക്കണം. കാര്യം ചെറിയ ഒരു വാട്സിലൊന്നും ഇത് റൺ ആവത്തില്ല. നമുക്ക് ഏകദേശം ഒരു 600 വാട്സിന് മുകളിലെങ്കിലും നമുക്ക് ഒരു 12 to 14 ട്രാൻസിസ്റ്റർ ബോർഡിലൊക്കെ നമുക്കിതിനെ റൺ ചെയ്യാൻ സാധിക്കും. ഇതിപ്പം 2 ohmsൻ്റെ 2 കോയിൽ എടുത്തുകൊണ്ട് തന്നെ നമുക്കിതിനെ 4 ohmsലേക്ക് കണക്ട് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാര്യം 4 ohmsന് നമുക്ക് അത്രയും വാട്ട്സ് ഉണ്ടാക്കിയെടുക്കാൻ ഇത്തിരി എളുപ്പമാണ്. പക്ഷേ 8 ohmsന് 2 ohmsന് നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് ക്ലാസ് AB ആംപ്ലിഫയേഴ്സ് വെച്ചിട്ട്. ഇത് നമുക്ക് ക്ലാസ് AB ആംപ്ലിഫയറിൽ ഈസി ആയിട്ട് ഓടും. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്കും കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം ഇതൊക്കെയാണ്. വളരെ നല്ലൊരു സബ് വൂഫറാണ്, നമ്മളിത് ഒരുപാട് അടുത്ത് കേട്ടിട്ടുണ്ട്. സോ ഇതിൻ്റെ ആ ഒരു കോയിൽ പോയേക്കുന്നുണ്ട് അറിയാൻ പറ്റും, എൻ്റെ സ്പൈഡറിനകത്ത് സ്റ്റിച്ച് ചെയ്താണ് പോയേക്കുന്നത്. വളരെ നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തേക്കുന്ന ഒരു സബ് വൂഫറാണിത്. ഇപ്പോൾ നിങ്ങൾക്ക് ഹൈ എൻഡ് സബ് വൂഫർ വേണം, നല്ല ക്വാളിറ്റി വേണം, നിങ്ങൾക്ക് ബ്രാൻഡ് തന്നെ വേണം നിർബന്ധമുള്ളവർക്ക് നിങ്ങൾക്ക് കണ്ണും പൂട്ടി മേടിക്കാൻ പറ്റുന്ന ഒരു സബ് വൂഫറാണിത്. യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. സോ ഒരു കിടിലൻ സബ് വൂഫറാണ്, നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇറ്റ്സ് മീ ആദർശ് ഫ്രം ടെക്നിക്കൽ റെവല്യൂഷൻ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ വെയിറ്റ് ആൻഡ് വാച്ച്.